ഹലോ മക്കളെ, നിങ്ങൾക്ക് ഇനി കെമിസ്ട്രി എക്സാം ആണല്ലോ വരാൻ പോകുന്നത്. തീർച്ചയായിട്ടും കുറേ ആളുകൾ വളരെയധികം ടെൻസ്ഡ് ആയിരിക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഇതുവരെ പ്രതീക്ഷിക്കാത്ത രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ പല രീതിയിൽ നിങ്ങൾ കാണുമ്പോൾ ടെൻഷൻ ഇങ്ങനെ ഓവറായി വരും. തീർച്ചയായിട്ടും ഇതിനൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പ്രോപ്പർ പ്ലാൻ ചെയ്ത് പഠിക്കുക എന്നുള്ളത് മാത്രമാണ്. സൈലത്തിനൊപ്പം പഠിക്കുമ്പോൾ ആ പ്ലാൻ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി കിട്ടുന്നതാണ്. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യമുണ്ട്. നിങ്ങൾ കെമിസ്ട്രി പഠിക്കുമ്പോൾ ബാക്കിയുള്ള സബ്ജക്റ്റിനെ പോലെയല്ല, എസ്പെഷ്യലി ഇപ്പോൾ ഫിസിക്സോ മാത്സോ ഒക്കെ ആണെങ്കിൽ അത് ന്യൂമറിക്കൽസിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാം എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. പക്ഷേ കെമിസ്ട്രിക്ക് നിങ്ങൾ ഈ ന്യൂമറിക്കൽസിന് ഇമ്പോർട്ടൻസ് കൊടുത്താൽ മാത്രം മതിയോ? പോരാ. ഇനി ബയോളജി ആണെങ്കിൽ ന്യൂമറിക്കൽസ് തീരെ ഇല്ല. അപ്പോൾ വായിച്ചും മറ്റുമൊക്കെ കൺസെപ്റ്റ് അറിഞ്ഞ് കണ്ടന്റ് അറിഞ്ഞ് പഠിക്കുക എന്നുള്ളതാണ് ബയോളജിയുടെ ഒരു തിയറി എന്ന് പറഞ്ഞാൽ. എന്നാൽ അത് രണ്ടും കൂടി മിക്സ് ചെയ്ത് വരുന്നതായിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് നമുക്ക് ഇവിടെ ഉള്ളത്, കെമിസ്ട്രിയിലുള്ളത്. സാർ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഒരു പ്ലാൻ പറഞ്ഞുതരാം. ഇതൊന്ന് ഫോളോ ചെയ്ത് നോക്കി, നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എക്സാമിന് 100% മാർക്ക് തന്നെ വാങ്ങാൻ കഴിയുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. മക്കളെ, മറ്റൊന്നുമല്ല, കെമിസ്ട്രിയിൽ നമുക്ക് 10 ചാപ്റ്റേഴ്സ് ഉണ്ട്. ആദ്യത്തെ 5 ചാപ്റ്റേഴ്സ് നമുക്ക് പറയാം സൊല്യൂഷൻ, ഇലക്ട്രോ കെമിസ്ട്രി, കൈനറ്റിക്സ്, DF, അതേപോലെ കോർഡിനേഷൻ. ഇത് കുറച്ച് മിക്സ്ഡ് ആണ്. ദാറ്റ് മീൻസ് കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, അതേപോലെ തന്നെ കൺസെപ്റ്റ്സ് ഉണ്ട്. ഇതൊക്കെ മിക്സ് ആയി വരുന്ന ചാപ്റ്റേഴ്സാണ്. എന്നാൽ അത് കഴിഞ്ഞ് വരുന്ന ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അരിൻസ്, ആൽക്കോൾ, ഫിനോൾ, ഈതർ, ആൽഡിഹൈഡ്, കീറ്റോൺ, കാർബോക്സിലിക് ആസിഡ്, അമൈൻസ്, ബയോമോളിക്യൂൾസ് പക്ക ഓർഗാനിക് ചാപ്റ്റേഴ്സാണ്. നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ടാകും, സാധാരണ ഒരു മരുഭൂമിയിലൂടെ നടന്നു പോകുന്ന ഒരാളെ പിടിച്ച് പെട്ടെന്ന് ഒരു അന്റാർട്ടിക്കൊക്കെ ഇട്ട ഒരു അവസ്ഥയായിരിക്കാം. നിങ്ങൾ കോർഡിനേഷൻ വരെ നിങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന നിങ്ങൾക്ക് ഈ ഓർഗാനിക് തുടങ്ങിയപ്പോൾ നിങ്ങൾ ഫീൽ ചെയ്തിട്ടുണ്ടാവാം. ഇപ്പോൾ ഏകദേശം അതിനെപ്പറ്റിയൊക്കെ ഒരു ധാരണ ഐഡിയ ഒക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവാം. സൈലം കൃത്യമായി നിങ്ങൾക്ക് അതിൻ്റെ ചാപ്റ്റേഴ്സൊക്കെ വളരെ എഫക്റ്റീവായി തന്നെ എടുത്തു തരുന്നുണ്ട്. നിങ്ങൾ ആ ലൈവുകളൊക്കെ തീർച്ചയായും കാണണം. അപ്പം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ പ്രോബ്ലം വൈസ് ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ, ഇലക്ട്രോ കെമിസ്ട്രി പോലെയുള്ള, സൊല്യൂഷനിൽ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി പോലെയുള്ള ചാപ്റ്റേഴ്സൊക്കെ നിങ്ങളുടെ ഈ പകൽ സമയത്തും മറ്റുമൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായി ഒരു ഷെഡ്യൂൾ ചെയ്തിട്ട് പ്രോബ്ലംസ് ഒക്കെ ചെയ്തു നോക്കാനായിട്ട് സമയം കണ്ടെത്തുക. പിന്നെ ഈ ഓർഗാനിക്കിൽ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നുമില്ല. ഓർഗാനിക്കിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് കൺവേർഷൻ ക്വസ്റ്റ്യൻസ് ആയിരിക്കണം. അതെന്തിനാ സാർ കൺവേർഷൻ ക്വസ്റ്റ്യൻ നന്നായിട്ട് വരുമോ? അങ്ങനെയല്ല. കൺവേർഷൻ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഓർഗാനിക് കെമിസ്ട്രിയിലെ റിയാക്ഷൻസ് നിങ്ങൾക്ക് അറിയുമോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനുള്ള ഒരു അവസരമായിരിക്കും. ഒരാൾ വെറുതെ റിയാക്ഷൻ കാണാതെ പഠിക്കുന്നതും അതിന് പുറമെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എനിക്ക് അറിയാത്തത് ഏത് അറിയുന്നത് ഏത് എന്ന് മനസ്സിലാക്കുന്നത് നല്ല വ്യത്യാസം ഉണ്ടല്ലോ. അപ്പോൾ കൺവേർഷൻ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഏതൊക്കെ റിയാക്ഷൻ അറിയാം, ഏതൊക്കെ റിയാക്ഷൻ അറിയില്ല, അറിയാത്തത് പഠിക്കാനുള്ളൊരു അവസരവും കിട്ടും. ഓക്കെ. പിന്നെ ഓർഗാനിക്കിൽ വരുന്നത് ഫിസിക്കൽ പ്രോപ്പർട്ടീസാണ്. അതായത് ബോയിലിംഗ് പോയിന്റ്, മെൽറ്റിംഗ് പോയിന്റ് തുടങ്ങിയിട്ടുള്ള കാര്യം. ഇതെല്ലാ ചാപ്റ്റേഴ്സും കൂടി നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഒന്ന് മിക്സ്ഡ് ആക്കി പഠിച്ചാൽ മതി. അതല്ലാണ്ട് ഓരോന്നിന് ഹാലോ ആൽക്കെയിൻസിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി ഒന്ന്, ആൽക്കോൾസിൻ്റെ വേറെ, അങ്ങനെ പഠിക്കുന്നതിന് പകരം ഓരോ ചാപ്റ്ററിൻ്റെയും ഫിസിക്കൽ പ്രോപ്പർട്ടി ആദ്യം ഒന്ന് എഴുതി വെച്ചിട്ട് അത് മിക്സ്ഡ് ആക്കി പഠിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം. പിന്നെ മറ്റൊന്ന് പ്രിപ്പറേഷൻ അല്ലേ. ഈ പ്രിപ്പറേഷൻ ഒരു പ്രത്യേകത ഉണ്ട്. ഒരു ചാപ്റ്ററിലെ പ്രിപ്പറേഷൻ മറ്റൊരു ചാപ്റ്ററിൽ എന്തായി വരും, കെമിക്കൽ റിയാക്ഷനായി വരും. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു പക്ഷേ കെമിക്കൽ റിയാക്ഷൻ, ഈ കൺവേർഷൻ ക്വസ്റ്റ്യൻസിലൊക്കെ കെമിക്കൽ റിയാക്ഷൻസ് മറ്റൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളറിയാതെ നിങ്ങൾ പ്രിപ്പറേഷൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ടാകും. ഓക്കെ. ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഓർഗാനിക് കെമിസ്ട്രി പഠിക്കാനുള്ള മറ്റൊരു എളുപ്പവഴി സാറ് പറഞ്ഞുതരാം. നിങ്ങൾ കൃത്യമായൊന്ന് ടേബിൾ ചെയ്യുക. റിയാക്ഷൻസിനെ നിങ്ങൾ 2 ടൈപ്പാക്കി മാറ്റുക. ഒന്ന് നെയിം റിയാക്ഷൻസും, ഒന്ന് സാധാരണ ഓക്സിഡേഷൻ റിഡക്ഷൻ ടൈപ്പ് റിയാക്ഷൻസ്. ഓക്കെ. ഈ നെയിം റിയാക്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഓരോ ആളുകളുടെ പേരിലൊക്കെ അറിയപ്പെടുന്ന റിയാക്ഷൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അതിൻ്റെ റിയേജൻസും മറ്റുമൊക്കെ സ്പെഷ്യൽ ആയിരിക്കും. അത് ചോദിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് ആ നെയിം റിയാക്ഷൻസ് എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ഒറ്റ ലിസ്റ്റാക്കി മാറ്റിയതിന് ശേഷം അത് നിങ്ങൾ പഠിച്ചെടുക്കുക. പഠിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്തായി മാറുന്നു എന്ന് മാത്രമല്ല നിങ്ങൾ പഠിക്കേണ്ടത്, അതിന് പുറമെ അതിൻ്റെ റിയേജൻ്റ് ഏതാ എന്ന് നിങ്ങൾ സ്പെഷ്യലായിട്ട് നോക്കണം. ഓക്കെ. ഇതിന് പുറമേ ഉള്ളത് എന്താ സാറ് പറഞ്ഞത്, ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ ഒക്കെയാണ്. ഈ ഓക്സിഡേഷൻ റിഡക്ഷൻ ഒക്കെ കോമൺ ആയിട്ട് എല്ലാ ചാപ്റ്ററുകളിലും നമ്മൾ എന്ത് ചെയ്യുക, ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. ഓക്സിഡേഷൻ റിയാക്ഷൻസ് അല്ലെങ്കിൽ റിഡക്ഷൻ റിയാക്ഷൻസ്, ഹാലോ ആൽക്കെയിൻസിലത്, അതേപോലെ ആൽക്കഹോൾസിലത്, അങ്ങനെ ഓരോന്നായിട്ട് നിങ്ങൾ ലിസ്റ്റ് ചെയ്യുക. ഇങ്ങനെ ലിസ്റ്റ് ചെയ്യാനൊക്കെ ഒരുപാട് സമയം എടുക്കൂലേ സാർ? ഈ ലിസ്റ്റ് ചെയ്യുന്നതൊക്കെ തന്നെയാണ് പഠനം എന്ന് പറയുന്നത്. ഓക്കെ. ഇങ്ങനെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മക്കളെ, ഓർഗാനിക്കിൻ്റെ ആ പാർട്ട് വളരെയധികം ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെ സ്പെഷ്യലി പഠിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് പഠിച്ചാലും അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, നിങ്ങളുടെ തന്നെ പാറ്റേണിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കണം. അപ്പോഴേ നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇതിന് പുറമെ സാർ ആദ്യം പറഞ്ഞ കാര്യം ഒന്നുകൂടി പറയാണ്, നിങ്ങളുടെ സൊല്യൂഷൻ, കൈനറ്റിക്സ്, ഇലക്ട്രോ കെമിസ്ട്രി, അതേപോലെ തന്നെ കോർഡിനേഷൻ പോലെയുള്ള ചാപ്റ്റേഴ്സൊക്കെ നിങ്ങൾ ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെ കൃത്യമായി വീണ്ടും ചെയ്ത് നോക്കി ആ ഇക്വേഷൻസും അതിൻ്റെ തിയറീസും നിങ്ങൾ തറവാക്കി മാറ്റണം. സോ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നമ്മുടെ സൈലത്തിൻ്റെ പ്ലാനൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കിയ മക്കളെ, തീർച്ചയായിട്ടും എക്സാം കഴിഞ്ഞിറങ്ങുമ്പോൾ, നിങ്ങളുടെ കെമിസ്ട്രി എക്സാം കഴിഞ്ഞിറങ്ങുമ്പോൾ വളരെ ഹാപ്പി ആയിട്ടായിരിക്കും നിങ്ങൾ ഇറങ്ങുക. ഞങ്ങളുണ്ട് കൂടെ. ഒട്ടും പേടി വേണ്ട, എല്ലാം എളുപ്പമായി മാറും. ഓൾ ദി ബെസ്റ്റ്.